ഇന്നതാ ഞാൻ ഹെയർ കെയറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ എങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത് ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതേ എൻ്റെ മുടി ഇതുപോലെ ഒന്നും ആയിരുന്നില്ല. എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് അറിയായിരിക്കും. നല്ല ലെങ്ത്ത് ഉണ്ടായിരുന്നു. ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ. നന്നായിട്ട് മുടി കൊഴിഞ്ഞ് പോയിട്ട് കട്ട് ചെയ്തതാണ്. ഏകദേശം ഒരു ഇത്രത്തോളം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം എങ്ങനെയാണ് ഞാൻ ഓരോന്ന് ചെയ്തിട്ട് മുടി കറക്റ്റായിട്ട്, എൻ്റെ മുടി നല്ല ലെങ്ത്ത് വെക്കുന്നൊരു മുടിയാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ളതൊക്കെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുടിയൊക്കെ ഒന്ന് ജട കളഞ്ഞെടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ വിരൽ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ റെഡിയാക്കി എടുക്കണം കേട്ടോ. നമ്മൾ മുടിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ടൈം എടുത്ത് സാവധാനം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഒന്നാമത് ആ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. നന്നായിട്ട് ടൈം എടുത്ത് നമ്മൾ വൃത്തിയാക്കുക, ജടയൊക്കെ കളഞ്ഞെടുക്കണേ. അതിനുശേഷം നമ്മൾ പല്ല അകലുള്ള, ഞാനിത് കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. മറ്റേ പപ്പൂസ് എവിടെയോ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുത്തിട്ട് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ലെങ്ത്തുള്ള മുടിയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് വേണം നമ്മൾ ചീകി എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, അടിയിൽ നിന്ന് ഇങ്ങനെ ചീകി എടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ മുകളിലും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. നല്ല രീതിയിൽ തന്നെ നമ്മൾ ജടയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണേ. അപ്പോൾ മുടി വളർത്തിയെടുക്കാൻ ഉള്ളൊരു എന്താ പറയുക തയ്യാറെടുപ്പിലാണ് ഞാൻ കേട്ടോ. എൻ്റെ മുടി ഏതായാലും ഇങ്ങനെയായി, ഇനി ഇതൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ എന്താ ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് ജടയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ജട കളയാന്ന് ഞാൻ പറയുന്നതാണ്, ഞാനിവിടെ വേറെടുക്കുക എന്നാണ് ഞങ്ങളിവിടെയൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇപ്പം എൻ്റെ മുടി ഒരുപാട് കൊഴിച്ചിലൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കാണുന്നുണ്ടായിരിക്കും, 3 മുടിയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ എണ്ണ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഏത് എണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു എണ്ണ എടുക്കുക. ഇത് ഞാൻ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. കാണിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ്. അങ്ങനെ നമ്മൾ ഏത് എണ്ണയാണോ എടുക്കണത് വെച്ചാൽ അത് എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് തേച്ച് കൊടുക്കണം. നമ്മൾ സ്കാൽപ്പിൽ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒരു 5 മിനിറ്റെങ്കിലും, ചുരുങ്ങിയത് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് മസാജ് ചെയ്തെടുക്കണേ. ശേഷം നമ്മളെപ്പോൾ മുടി എന്ത് ചെയ്യുകയാണെങ്കിലും കെട്ടി വെക്കുകയാണെങ്കിലൊക്കെ നമ്മളിങ്ങനെ ബാക്കിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എണ്ണ തടവുന്നുണ്ടല്ലോ, ആ എണ്ണ ഇതുപോലെ ഒന്ന് ബാക്കിലേക്കും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തേച്ച് ഒന്നവിടെ സെറ്റ് ആവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതാ ഞാൻ ഈ പറിക്കാൻ പോകുന്നത് പേരയിലയാണ് കേട്ടോ. പേരയില നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് നല്ലൊരു സാധനമാണ് കേട്ടോ.
അപ്പോൾ അതൊന്ന് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു മരം ഉണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു 5-6 ഇല മാത്രം മതി നമുക്ക് ആവശ്യത്തിന്. നമുക്ക് നന്നായിട്ട് ഇതിലുള്ള മണ്ണും ചളിയൊക്കെ കഴുകി കളയണം കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് അടുക്കളയിലാണ് ഇനി അടുത്ത പണി നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. കുറച്ച് നമുക്ക് ഇവിടെയും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് 2-3 സാധനങ്ങൾ കൂടെ നമ്മുടെ അടുക്കളയിലുള്ളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് ഒരു അളവിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു സ്പൂൺ എടുക്കാം. ഞാൻ അതിൽ എൻ്റെ ഒരു മുടിയുടെ ഏകദേശം ഒരു അളവ് വെച്ചിട്ടുള്ളത് മാത്രം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഞാൻ 1 സ്പൂണ് കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, 1 സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിട്ടുള്ളത് ഗ്രാമ്പു ആണ്. അതിൽ ഒരു 3-4 ഗ്രാമ്പു ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാനൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ജീരകമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പ്രയാസമായിരിക്കും. അപ്പോൾ അപ്പൂസ് എന്തോ കുടിക്കാനുള്ള വെള്ളമാണെന്ന് വിചാരിച്ചിട്ട് അവനത് എടുത്ത് കുടിക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പേരയില ഉണ്ടല്ലോ, ആ പേരയില എടുത്തിട്ട് നമുക്ക് അതൊന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മുടി വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ. ഇതിന് കൂടെ തന്നെ നമ്മൾ ഭക്ഷണകാര്യത്തിലും കൂടെ ശ്രദ്ധിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, ഇതും കൂടെ നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ. നമ്മുടെ മുടിക്ക് ആവശ്യാനുസരണമുള്ള ഒരു ഏകദേശം വെള്ളം എടുക്കുക. ഞാനിവിടെ ഏകദേശം 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് നിറയെ എടുത്തിട്ടില്ല. അത് ഇനി ഒന്ന് നമുക്ക് ആ 1 ഗ്ലാസ്സിൽ നിന്നൊന്ന് കുറയണം. ഒരു 1/2 ഗ്ലാസ്സൊക്കെ ആവുന്നത് വരെ ഒന്ന് തിളപ്പിക്കാനുണ്ട്. അപ്പോഴേക്ക് ഈ നമ്മുടെ ഉലുവയിലും കരിഞ്ജീരകത്തിലും ഗ്രാമ്പൂവിലും അതുപോലെ പേരയിലയിലും ഒക്കെയുള്ള സത്ത് അതിലേക്ക് ഇറങ്ങും കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി, ഉലുവയുടെ കളറ് മാറി, ഇലയുടെ കളറ് മാറി, കാണുന്നില്ലേ? അപ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പേരയിലയുടെ വെള്ളമൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണ സമയത്ത് സ്പ്രേ ബോട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. സ്പ്രേ ബോട്ടിൽ ഇവിടെ എൻ്റെ മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എടുത്ത സമയത്ത് കേടുവന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളൊരു കോട്ടൺ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് വേണം നമ്മളിത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കോട്ടനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിലൊന്നും ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമ്മളെല്ലായിടത്തും തലയോട്ടിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിത് മുടിയിലേക്ക് ആവണമെന്നില്ല, തലയോട്ടിയിലാണ് നമുക്ക് ശരിക്ക് ആവേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ തലയോട്ടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ചിലർക്ക് നീരിറക്കം പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർ സമയമൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ 5 മിനിറ്റ് ഒക്കെ ആക്കിയിട്ട് നമ്മളിത് മാറ്റി കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റൊക്കെ നമുക്കിതൊന്ന് തലയിൽ വെക്കണം കേട്ടോ. അങ്ങനെ എല്ലായിടത്തും നമ്മളിതൊന്ന് വെച്ചു. സ്പ്രേ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. എൻ്റെ മുടി കൊഴിഞ്ഞിരിക്കണത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിരിക്കും. ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ വളർത്തിയെടുക്കാനുള്ളതാണ്, നമുക്കൊരു ചലഞ്ചായിട്ട് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മൾ
ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം. തലയിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒറ്റയടിക്ക് നമ്മളതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കരുത്, കുറച്ച് സമയം എടുക്കും. ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ഡീപ്പായിട്ട് ചെയ്യരുത്, കാരണം നമ്മുടെ തല കുതിർന്ന് നിൽക്കുന്ന ആ ഒരു ടൈമിൽ മുടിയൊക്കെ ഇളകാനൊക്കെ ചാൻസ് ഉണ്ടായിരിക്കും. വളരെ പതുക്കെ നമ്മളിതൊന്ന് മസാജ് ചെയ്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പൂസ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒച്ചുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു അപ്പൂസിനോട്. ഞാൻ ആദ്യം തലയിൽ ഓയിലൊക്കെ മസാജ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അപ്പൂസ് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നതാണേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മളിതൊന്നൊരു 10 മിനിറ്റ് വെക്കുക. നോർമലായിട്ടൊരു 10 മിനിറ്റ് എങ്കിലും വെക്കുക. തീരെ പറ്റില്ല എന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മളിതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴുകിയൊക്കെ ഒന്ന് വൃത്തിയായി മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് അല്ലെങ്കിൽ കഴുകിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം. ഞാനിതിൽ ഷാമ്പുവോ താളിയോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് സാധാ നല്ല വെള്ളത്തിൽ, പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.